ഹായ് ഓൾ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ മടവൂരിക്ക് സിയാറത്തിന് പോയൊരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് റമദാനിനൊക്കെ മുമ്പ് എടുത്ത വീഡിയോ ആണ്, ഇടാൻ വേണ്ടി ലേറ്റ് ആയതാട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്തതല്ലേ പറഞ്ഞിട്ട് ഇടാൻ വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മലപ്പുറം എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ടലിൽ കയറി. അപ്പോൾ ഇതാ നമ്മൾ ഫുഡ് കഴിച്ചും കൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ സാധാ ചോറായിരുന്നു കേട്ടോ വാങ്ങിയത്. അപ്പം അതിൻ്റെ കൂടെ കൂന്തൾ പൊരിച്ചതും കാടയും ഒക്കെ പൊരിച്ചിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ഫുഡൊക്കെ കഴിച്ച് പിന്നെയും യാത്ര തുടങ്ങി കേട്ടോ. ഞാനും ഇക്കയും മോനും ഉമ്മയും ഉണ്ടായിരുന്നു കേട്ടോ. ഉമ്മാക്കൊരു നേർച്ച ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ട് പോകാനുള്ളത്. അപ്പോൾ ഇതാ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. കോഴിക്കോട് എത്തിക്കണം കേട്ടോ. കോഴിക്കോട് ആ ഭാഗം കൊണ്ടോട്ടി ആ ഭാഗം എത്തിക്കണം കേട്ടോ. അപ്പോൾ അതാ പോണ വഴിക്കാണല്ലോ എപ്പിസ്ഥാനി സ്ഥാപനം മർക്കസ്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ടു. അപ്പോൾ ഞങ്ങൾ കയറാനൊന്നും പറ്റിയില്ല കേട്ടോ. സ്കൂൾ വിട്ടൊരു സമയമായിരുന്നു കേട്ടോ. അപ്പോൾ കയറാനൊന്നും പറ്റിയില്ല. കയറാനൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അവിടെ സ്കൂൾ വണ്ടിയും സ്കൂളിൻ്റെ വിട്ടൊരു സമയമായതുകൊണ്ട് തന്നെ കയറാൻ പറ്റുന്ന സാഹചര്യമായിരുന്നില്ല. അപ്പോൾ അതാ അൽഹംദുലില്ലാ മടവൂരെത്തി കേട്ടോ. മടവൂർ CM മക്കാമിലെത്തി. അപ്പോൾ അതാ ഉള്ളിലേക്ക് കയറിക്കൊണ്ടിരിക്കുക കേട്ടോ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പോയ ദിവസം തിങ്കളാഴ്ച അങ്ങനെ എന്തോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ മാഷാ അല്ലാഹ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ അങ്ങനെ മടവൂരെത്തി. അപ്പോൾ അതാ സിയാറത്ത് ചെയ്യാൻ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഇക്കും മോനും ആണുങ്ങളുടെ കൂടെയും കയറി, ഞാനും ഉമ്മയും ഇത് കൂടെയും കയറി കേട്ടോ. ഇത് അവിടെ ചെന്നാൽ കാണുന്ന ഒരു കിണറാണ് കേട്ടോ. അത് ആ കിണറിനെ അവരിങ്ങനെ ഒരു സ്റ്റെപ്പ് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാട്ടോ. അതിങ്ങനെ പൈസകൾ ഇങ്ങനെ എറിഞ്ഞുണ്ട് കേട്ടോ ആൾക്കാരൊക്കെ. അപ്പോൾ അത് ആ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അങ്ങനെ സിയാറത്തൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അവിടുന്ന് ചേരിനി പിന്നെ ഈ അദ്കാർ ബുക്ക് ഞാൻ മേടിച്ചിരുന്നു കേട്ടോ. പിന്നെ ഈ മുന്തിരിൻ്റെ ജ്യൂസും മേടിച്ച് അങ്ങനെ വണ്ടിയിൽ കയറി കേട്ടോ. പിന്നെ ഞങ്ങൾ നേരെ പോയത് ബീച്ചിക്കാട്ടോ. ബീച്ചിക്ക് പോകണമെന്നൊരു പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. ഏകദേശം ഒരു 7:45 ആകുമ്പോഴാണ് ഞങ്ങൾ ബീച്ചിക്ക് എത്തിയത്. ഞങ്ങൾ ഇതുവരെയായിട്ടും രാത്രി ബീച്ചിക്ക് വന്നിട്ടില്ല കേട്ടോ. ഇങ്ങനെ 4 മണിക്ക് വരും, 6 മണിയാകുമ്പോൾ പോകും, അങ്ങനത്തെ രീതിയിലാട്ടോ വന്നിട്ടുള്ളത്. അപ്പം എന്തായാലും രാത്രി ആയില്ലേ, രാത്രിത്തൊന്ന് വൈബൊന്ന് കാണാൻ പറഞ്ഞിട്ട് അങ്ങനെ വന്നതാട്ടോ. ബീച്ചിലും കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചൂടല്ലേ, അപ്പോൾ ഒന്ന് കാറ്റൊക്കെ കൊള്ളാനൊന്നും കുറേ പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളും അവിടെ പോയി കുറച്ച് നേരമൊക്കെ ഇരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് മാങ്ങ ഉപ്പിലിട്ടതൊക്കെ കഴിച്ചു. പിന്നെ ഈ ഒരു കോളിഫ്ലവർ പൊരിച്ചതും പിന്നെ ഒരു ഗ്രീൻ പീസും കൊണ്ട് ഉണ്ടാക്കൂലേ, ഗ്രീൻ പീസും മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പർ ഐറ്റാട്ടോ. ഈ 2 സാധനം നിങ്ങൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ്. ബീച്ചിൽ വന്നാൽ ഞങ്ങൾ ഇത് 2 എന്തായാലും ഒന്ന് കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇരുന്ന് മോനൊക്കെ ഒന്ന് കളിപ്പിച്ച് ഒരു 8:45 ആകുമ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോണ വഴിക്ക് നമ്മളൊരു ഹോട്ടലിൽ കയറി കേട്ടോ. ബ്രോസ്റ്റ് എന്നാൽ പുതിയിട്ട് അങ്ങനെ ഒരു ബ്രോസ്റ്റ് കടയിൽ കയറി കേട്ടോ. കടേൻ്റെ പേര് ഞാൻ എടുത്തില്ല കേട്ടോ, മറന്നു. നല്ല ബ്രോസ്റ്റായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റില്ല ബ്രോസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് എവിടെ സ്ഥലം ബീച്ചിൽ നിന്നൊക്കെ കുറേ അങ്ങോട്ട് വന്നിട്ട് ഒരു രാമനാട്ടുകര ആ ഒരു സ്ഥലത്തില്ല ഒരു കടയത്തെ ഉണ്ടോ. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ അങ്ങനെ ഇങ്ങോട്ട് വണ്ടിയിൽ കയറിയത് ഓർമ്മയുള്ളൂ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് കടന്ന് യാത്ര ചെയ്തിട്ട് നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വീട്ടിലെത്തി പിന്നെ അങ്ങനെ അങ്ങോട്ട് കടന്നു. വീഡിയോസൊന്നും പിന്നീട് എടുത്തില്ല കേട്ടോ. പോണതും എത്തണമെന്നും വീഡിയോസ് എടുത്തില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൻ അമർത്താനൊന്നും മറക്കല്ലേ. അപ്പോൾ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോയുമായിട്ട് നാളെ വരാം. ശരി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.